നമ്മൾ ഈ കഞ്ചാവും അതുകൊണ്ടൊക്കെ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ. അത് വലിയ പ്രശ്നമാണ്, യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു കാര്യമാണ് മദ്യം. സാധാരണ നമുക്ക് എവിടെയാണ് ഈ ബിവറേജസിനൊക്കെ കിട്ടുന്ന മദ്യം അല്ലെങ്കിൽ ബാറിൽ നിന്ന് മേടിക്കുന്ന മദ്യത്തിനെ കുറിച്ച് നമ്മളധികം സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വർഷം തന്നെ നല്ലൊരു ശതമാനം ആളുകളാണ് ഈ മദ്യം മൂലം മരിക്കുന്നത്. അതെങ്ങനെയാണ് മദ്യം കഴിച്ച് മരിക്കുന്നതല്ല, അത് വേറെ കാറ്റഗറി കാണാം. ഓക്കെ, അതായത് അമിതമായി മദ്യപിച്ച് എല്ലാം അടിച്ചു പോയി മരിക്കുന്ന ആളുകൾ കാണാം. അതല്ലാതുണ്ട് ഈ മദ്യപിക്കുന്നതിനിടയ്ക്ക് വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം രണ്ടുപേർ തമ്മിൽ കുത്തിച്ചാവുന്നു, മകൻ അച്ഛനെ കുത്തി കൊല്ലുന്നു, കൂട്ടുകാർ തമ്മിൽ, അത് സ്ഥിരമുള്ള സംഭവമാണ്. മദ്യപിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ഈഗോ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ട്രൈക്ക് ആവും പെട്ടെന്ന്. ഈ മദ്യപിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് രീതിയൊക്കെ അങ്ങ് മാറും. മറ്റേയൊക്കെ അത് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്ത് ചെയ്യും, മറ്റേ കത്തിയെടുത്ത് പള്ളാക്കി പോകും. അപ്പം ഇത് സ്ഥിരം ഉള്ളൊരു സംഭവമാണ്. ഇതിപ്പം കേരളത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരികയാണ്. നിങ്ങൾ വാർത്ത എടുത്ത് നോക്കിയാൽ മതി, ഓരോരോ ന്യൂസ് എടുത്ത് നോക്കിയാൽ മതി. നല്ല രീതിയിൽ ഈ മദ്യപാനത്തിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലത് മരണത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലാത്തതും ബാക്കിയുള്ള ഇഞ്ചുറീസും ഫാറ്റലിറ്റീസും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കുടിച്ചിട്ട് വന്നിട്ട് പെണ്ണുപിള്ളേരെടുത്ത് അടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് പ്രശ്നമാണ്. അപ്പം ഈ രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നൊരു കാര്യം തന്നെയായിരുന്നു, ഈ മദ്യത്തിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിനൊക്കെ വെച്ചിട്ടാണ് അവർ തുടങ്ങിയത്. പക്ഷേ ഇപ്പം പുതിയ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT പാർക്കുകളിൽ വരെ മദ്യം കൊണ്ടുവരാനായിട്ടിരിക്കുകയാണ്. നോക്കാം.